ധന, എൻ്റെ മോള്, ഞാൻ ഞാൻ അച്ഛനായടാ. സന്തോഷം കൊണ്ട് കണ്ണു നിറച്ചു പറയുന്നവനെ നോക്കി ധനനും പുഞ്ചിരിച്ചു. എല്ലാവരെയും കുഞ്ഞിനെ കാണിച്ചിട്ട് നേഴ്സ് അകത്തേക്ക് പോയി. സിസ്റ്റർ ഗൗരി കുഴപ്പമില്ല, മയക്കത്തിലാണ്. രാവിലെ റൂമിലേക്ക് മാറ്റും. ഇപ്പോൾ ഒബ്സർവേഷൻ റൂമിലേക്ക് മാറ്റും, നേഴ്സ് പുഞ്ചിരിയോടെ പറഞ്ഞു. ധനൻ ദേവിയെ വിളിച്ചറിയിച്ചു, ഒപ്പം ആര്യനെയും. കുഞ്ഞിപ്പെണ്ണ് കണ്ണു തുറന്നു ധന, ആര്യൻ ആവേശത്തോട് ചോദിച്ചു. പണ്ടേ ഗൗരി ഇരുന്നതുപോലെ തന്നെയുണ്ടായിരിക, അതുപോലൊരു പഞ്ഞിക്കെട്ട്, ധനൻ ആ ഓർമ്മയിൽ പറഞ്ഞു. ആര്യൻ അവരുടെ കുടുംബാൽബത്തിലേക്കുള്ള ഗൗരിയുടെ ഫോട്ടോ ഓർത്തു. അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിഴർന്നു. ഗൗരി ചേച്ചി പ്രസവിച്ചോ സർ? ശ്രുതി ചോദിച്ചപ്പോൾ അവൻ തലയാട്ടി. മോളാണ്. അർജുൻ സാർ എപ്പോഴും പറയും മോള് മതിയെന്ന്. ശ്രുതി ആ ഓർമ്മയിൽ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സാർ എന്താ വിവാഹം കഴിക്കാത്തത്? ശ്രുതി പെട്ടെന്ന് ചോദിച്ചപ്പോൾ ആര്യൻ നെടുവീർപ്പോടെ അവളെ നോക്കി. വിവാഹം ഉറപ്പിച്ചിരുന്നു ഗൗരിയുമായി, പക്ഷെ നടന്നില്ല. അവൾ ഞെട്ടി അവനെ നോക്കി. തൻ്റെ മുന്നിലിരിക്കുന്ന ആര്യന് ഒരു കഴിഞ്ഞ കാലമുണ്ടോ? ആർക്കും ഇഷ്ടമില്ലാത്തൊരു ആര്യൻ. ആര്യൻ അവളെ നോക്കി. പിന്നെ എല്ലാ കാര്യവും അവളോട് പറഞ്ഞു. കാരണം അവളുടെ കണ്ണുകളിൽ തന്നോട് തോന്നുന്ന പ്രണയത്തിൻ്റെ ലാഞ്ചന ആര്യൻ തിരിച്ചറിഞ്ഞിരുന്നു. ഒരു പെണ്ണിനും എന്നെ സ്നേഹിക്കാനാവില്ല ശ്രുതി. അത്രയ്ക്ക് ദ്രോഹം ഗൗരിയോട് ഞാൻ ചെയ്തിട്ടുണ്ട്. പറ്റും, കാരണം ഇന്നത്തെ ആര്യൻ സ്നേഹിക്കാൻ കഴിയുന്നൊരു പെണ്ണ് വന്നാൽ സാർ അവളെ സ്നേഹിക്കുമോ? ശ്രുതി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇല്ല, ആര്യൻ തീർത്തു പറഞ്ഞു. ശ്രുതി മുഖം താഴ്ത്തി. അമ്മയും അനിയത്തിയും ഞാനും മാത്രം അടങ്ങുന്ന ഒരു വീടാണ് എൻ്റേത്. അച്ഛനും അമ്മയെ ഉപേക്ഷിച്ച് വേറെ വിവാഹം കഴിച്ചു. പിന്നെ അമ്മയാണ് ഞങ്ങളെ വളർത്തിയത്. GNM പഠിച്ചിരുന്നതുകൊണ്ട് അമ്മ ഹോം നേഴ്സായി ജോലിക്ക് പോയി തുടങ്ങി. അമ്മയുടെ വഴിയെ ഞാനും ഇത് തന്നെ തിരഞ്ഞെടുത്തു. ഇവിടേക്ക് അമ്മയാണ് വിളിച്ചത്. അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഹോം നേഴ്സായി പോകുന്നത്. അത് സാറിനെ നോക്കാനായിരുന്നു. അവൾ പറഞ്ഞതൊക്കെയും നല്ലൊരു കേൾവിക്കാരനായി ആര്യൻ കേട്ടിരുന്നു. അറിയാം, കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ എന്ന്. മനസ്സിൽ അങ്ങനെ ഒരു ഇഷ്ടം തോന്നിപ്പോയി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇഷ്ടം തോന്നുന്നത്. എനിക്ക് സാറിന് ഇഷ്ടമാണ്. മുഖം കുനിച്ചിരുന്ന് പറയുന്നവളെ പകപ്പോടെ നോക്കി ആര്യൻ. അറിയാമായിരുന്നു അവൾക്ക് തന്നോടുള്ള ഇഷ്ടം, പക്ഷെ ഇത്ര പെട്ടെന്ന് തുറന്നു പറയുമെന്ന് കരുതിയില്ല. എടോ, ഞാൻ എല്ലാ കാര്യവും തന്നോട് പറഞ്ഞതല്ലേ? അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ സാർ? ഞാൻ ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായതാണോ സാറിന് എന്നെ അംഗീകരിക്കാൻ പ്രയാസം? അവൾ നിസ്സഹായയായി അവനെ നോക്കി ചോദിച്ചു. ശ്രുതി, എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ താൻ ഇവിടുന്ന് പോവും. അപ്പോഴേക്കും താൻ എല്ലാം മറക്കും. എടോ, അന്ന് തൻ്റെ കഴുത്തിൽ അറിയാതെ എൻ്റെ ചുണ്ടുകൾ പതിഞ്ഞപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാണ് തനിക്ക് എന്നെ കാണുമ്പോഴുള്ള പിടച്ചിലും വെപ്രാളവും ഒക്കെ. അകലുമ്പോൾ തോന്നിയ ഇഷ്ടമൊക്കെ തനിയെ പോവും. ആര്യൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ശ്രുതിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഞാൻ തെളിയിച്ചാലോ? തോന്നിയത് വെറും ഒരു ആകർഷണം മാത്രമല്ലെന്ന് ആര്യൻ അവളുടെ കണ്ണുനീർ കണ്ട് തലയിൽ കൈവച്ചുപോയി. നിനക്ക് എത്ര വയസ്സുണ്ട്? 20. എനിക്ക് 30 വയസ്സായി. 10 വയസ്സിൻ്റെ വ്യത്യാസം. നമ്മൾ തമ്മിൽ ചേരില്ല ശ്രുതി. എനിക്ക് പ്രശ്നമില്ല. എൻ്റെ കൂട്ടുകാരി അവളുടെ ഭർത്താവും തമ്മിൽ 13 വയസ്സ് വ്യത്യാസമുണ്ട്. അവർ ഹാപ്പിയായി ജീവിക്കുന്നു. വാശിയോടെ പറയുന്നവളെ നോക്കിയിരുന്നു പോയി ധനൻ. തൽക്കാലം തന്നോട് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. പറഞ്ഞാലും തനിക്കത് മനസ്സിലാവില്ല. എന്നെ ഒന്ന് ബാത്റൂമിലാക്കിയേക്ക്. ആര്യൻ ഈർഷ്യയോടെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റതും അവൾ വേഗം അവനെ താങ്ങിപ്പിടിച്ച് ബാത്റൂമിൽ കൊണ്ടാക്കി. അവൾ ദേഹത്ത് തൊടുമ്പോൾ ആര്യന് വല്ലായ്മ തോന്നി. പക്ഷേ അവളൊന്നും ശ്രദ്ധിക്കാതെ ജോലിയിൽ തന്നെയാണ് ശ്രദ്ധിക്കുന്നത്. രാത്രിയിൽ ധനനോട് ആര്യൻ ശ്രുതിയുടെ കാര്യം തുറന്നു പറഞ്ഞു. ധനന് ചിരി വന്നു. ആര്യൻ അത് കണ്ട് അവനെ കൂർപ്പിച്ചു നോക്കി. നിനക്ക് ഒരു കുടുംബം ഉണ്ടാകുന്നത് നല്ലതല്ലേ ആര്യ? ശ്രുതി ഒരു പാവം കുട്ടിയാണ്. വീട്ടിലെ സാഹചര്യമൊക്കെ മോശമുണ്ടോ? ഈ പ്രായത്തിൽ ജോലി ചെയ്ത് അവൾ അമ്മയെ നോക്കുന്നില്ലേ? നീ ഒന്ന് മനസ്സ് വെച്ചാൽ മതി. ധനൻ അവനെ സാവധാനത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. എനിക്ക് ആ കുട്ടിയുടെ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല ആര്യ. സ്വന്തം അമ്മ പോലും നിന്നെ ഈ അവസ്ഥയിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല. നിനക്കും ഒരു ജീവിതം വേണം. ശ്രുതി നിന്നെ നന്നായി നോക്കും. ദേവിയുടെ ഡെലിവറി കൂടി കഴിഞ്ഞിട്ട് ഞാനും അർജുനും കൂടി ശ്രുതിയുടെ അമ്മയെ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാം. അതുവരെ നീ അവൾക്കൊരു മറുപടി കൊടുക്കണ്ട. അവൾ ഒന്നും അറിയുകയും വേണ്ട. അതുവരെ നിനക്ക് സമയമുണ്ടായിരിക്കാം. ആലോചിക്ക്. എല്ലാവർക്കും അവരവരുടെ ജീവിതമായി. നീ മതി, സന്യസിക്കാൻ നിൽക്കണ്ട. ധന്യൻ അവനെ നോക്കി കൂർപ്പിച്ച് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോയി. ആര്യൻ അവൻ പറഞ്ഞതൊക്കെ ആലോചിച്ച് കിടന്നു. ശ്രുതി വന്നത് മുതലുള്ള കാര്യങ്ങൾ അവൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നു.
ഗൗരി കുഞ്ഞിനെയും കൊണ്ട് മേലടത്തേക്ക് വന്നപ്പോൾ വസുന്ധരയെ ആരതി ഒഴിഞ്ഞ് സ്വീകരിച്ചു. കോവിലകത്ത് പോകാമെന്ന് അർജുൻ നിർബന്ധം പിടിച്ചെങ്കിലും വിശ്വനാഥൻ സമ്മതിച്ചില്ല. നൂലുകെട്ട് കഴിഞ്ഞു കൊണ്ടുപോയാൽ മതിയെന്ന് തീർത്തു പറഞ്ഞു. ആര്യൻ പതുക്കെ പതുക്കെ നടന്ന് ഹാളിലേക്ക് വന്നു. കുഞ്ഞിപ്പെണ്ണിനെ കാണാൻ അവൻ അത്രയ്ക്ക് ആകാംക്ഷയായിരുന്നു. അവൻ്റെ മനസ്സറിഞ്ഞതുപോലെ ഗൗരി കുഞ്ഞിനെ അവന് കാണിച്ചു കൊടുത്തു. ആര്യൻ വിറയലോടെ ചൂണ്ടുവിരൽ കൊണ്ട് കുഞ്ഞിൻ്റെ കവിളിലൊന്ന് തൊട്ടു. അവളൊന്ന് ചിണുങ്ങിക്കൊണ്ട് ചുണ്ടു നുണഞ്ഞു. ആര്യൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. കുഞ്ഞിനെ മതിവരാതെ അവൻ നോക്കിയിരുന്നു. കൊണ്ടുപോയിക്കുകേരി, വയ്യാതെ നിൽക്കണ്ട, ആര്യൻ പറഞ്ഞപ്പോൾ അർജുൻ അവളെയും ചേർത്ത് പിടിച്ച് റൂമിലേക്ക് കൊണ്ടുപോയി. ആര്യൻ പതുക്കെ സോഫയിലിരുന്നു. ആര്യന് സുഖമായതുകൊണ്ട് ശ്രുതി പോകാനാഞ്ഞു. പക്ഷേ വസുന്ധര അവളോട് നിൽക്കാൻ പറഞ്ഞു. ഇനി ഗൗരിയുടെയും കുഞ്ഞിൻ്റെയും കാര്യം കൂടിയുണ്ട് മോളെ. പിന്നെ ദേവിക്ക് അധിക ദിവസം ഡേറ്റ് ഇല്ലല്ലോ. എല്ലാം കൂടി ഞാനും അമ്പി ചേച്ചിയും കൂടി നോക്കിയാൽ പറ്റില്ല. മോള് നിൽക്ക്, നിനക്കതൊരു സഹായമാവും. ഉള്ളിൽ ഒരു കുളിർമഴ പെയ്യിച്ചു. ആ വാക്കുകൾ ശ്രുതി ഇടം കണ്ടിട്ട് ആര്യനെ നോക്കി. അവൻ്റെ കണ്ണുകളും അവളിൽ തന്നെയായിരുന്നു. ഗൗരിക്ക് പ്രസവരക്ഷ ആരംഭിച്ചു. നാട്ടിലെ തന്നെ അറിയപ്പെടുന്ന പ്രസവ ശുശ്രൂഷ ചെയ്യുന്ന അമ്മിണി വന്നു അവിടേക്ക്. ആയുർവേദ ചികിത്സ കൂടി ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ. കുഞ്ഞിനെ കുളിപ്പിക്കുന്നതുമൊക്കെ അവർ തന്നെയായിരുന്നു. ശ്രുതി ഗൗരിക്ക് ആവശ്യമായ മരുന്നുകളും ഒക്കെ കൊടുത്ത് കൂടെ നിന്നു. പിന്നെ അവളുടെയും കുഞ്ഞിൻ്റെയും തുണികൾ ആരും പറയാതെ തന്നെ കഴുകിയിട്ട് കൊടുക്കും. കാരണം അംബികയുടെ കാലിലെ നീര് കണ്ടപ്പോൾ അവൾക്ക് വെറുതെ ഇരിക്കാൻ തോന്നിയില്ല. ആര്യൻ ഇപ്പോൾ നന്നായി നടക്കാൻ തുടങ്ങി. അർജുൻ വീട്ടിലിരുന്ന് ഓഫീസിലെ കാര്യങ്ങൾ നോക്കി. അത്യാവശ്യം മീറ്റിങ്ങുകൾ മാത്രം അറ്റൻഡ് ചെയ്യും. ധനൻ അക്കൗണ്ട്സിൻ്റെ കാര്യങ്ങൾ കൃത്യമായി നോക്കിപ്പോയി. അർജുൻ കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് മാറാതെയായി. വസുന്ധര ഒരിക്കൽ കയറി വന്നപ്പോൾ കണ്ടു ഗൗരിയുടെ കവളിൽ ഉമ്മ വയ്ക്കുന്ന അർജുനെ. കയ്യിലൊരു തല്ല് കിട്ടിയപ്പോഴാണ് അർജുൻ ചാടി എഴുന്നേറ്റത്. നിൽക്കുകയാണ് വസുന്ധര. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല അർജുൻ, പെറ്റ പെണ്ണിൻ്റെ അടുത്ത് മാതിരി ഒന്നും കാണിക്കരുതെന്ന്. അർജുൻ്റെ മുഖം വേർത്തു. അത് കണ്ട് ഗൗരി ചിരി കടിച്ചു പിടിച്ചു. എൻ്റെ പെണ്ണിയല്ല ഞാൻ ഉമ്മ വെച്ചത്, 90 ദിവസം കഴിഞ്ഞ് അയക്കും, വസുന്ധര പറഞ്ഞപ്പോൾ ചവിട്ടിത്തുള്ളിക്കൊണ്ട് അർജുൻ ഇറങ്ങിപ്പോയപ്പോൾ വസുന്ധരയ്ക്കും ചിരി വന്നു. പുറത്ത് സോഫായിലിരുന്ന ധനനും ആര്യനും അവനെ കളിയാക്കി ചിരിച്ചു. കൂടുതൽ കിണിക്കണ്ട, രണ്ടുപേർക്കും ഇതുപോലെ അവസരം വരും കേട്ടോ. അർജുൻ അതും പറഞ്ഞു പോയി സോഫയിലിരുന്നു. ധനൻ ദേവിയെ ഒന്ന് പാണി നോക്കി. കാല് നീട്ടിവെച്ച് ആപ്പിൾ കഴിക്കുകയാണ്. അർജുൻ, ഞായറാഴ്ചയാണ് 28 ദിവസം വരുന്നത്, അന്ന് നൂലുകെട്ട് നടത്താം. അത് കഴിഞ്ഞ് ദേവിക്ക് ഡേറ്റ് ആവില്ലേ? മാഷ് വന്ന് പറഞ്ഞപ്പോൾ അവനും അത് സമ്മതിച്ചു. അച്ഛന്മാർ രണ്ടുപേരും കൂടി മുഹൂർത്തം കുറിപ്പിച്ചു വന്നു. നൂലുകെട്ടിൻ്റെ അന്ന് പച്ചക്കരയുള്ള സെറ്റുമുണ്ടായിരുന്നു ഗൗരി ഉടുത്തത്. അർജുൻ പച്ച ഷർട്ടും മുണ്ടും ശ്രുതിക്കും കൊടുത്തു ഒരു ധാവണി സെറ്റിൽ കാപ്പിപ്പൊടി കളർ വരുന്നത്. അതെടുത്ത് വന്നവളെ അറിയാതെ നോക്കിപ്പോയി ആര്യൻ. ഹൃദയതാളം തെറ്റിമിടിക്കുന്നത് ആര്യൻ അറിഞ്ഞിരുന്നു. എങ്കിലും അത് പുറത്തു കാട്ടാതെ സാധാരണ പോലെ പെരുമാറാൻ അവൻ ശ്രമിച്ചു. ദേവി ഒരു കുർത്തയാണിട്ടത്. വലിയ വയറായതുകൊണ്ട് തന്നെ അവൾക്ക് സാരി ഉടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഗൗരിയുടെ മടിയിലിരുത്തി കുഞ്ഞിപ്പെണ്ണിന് അർജുൻ നൂല് കെട്ടിക്കൊടുത്തു. പിന്നെ ഓരോരുത്തരായി അവൾക്ക് സ്വർണം ഇട്ടുകൊടുത്തു. അർജുൻ, മോളുടെ പേര് വിളിക്ക് 3 വട്ടം, മാഷ് പറഞ്ഞപ്പോൾ അർജുൻ വെറ്റിലയെടുത്ത് മോളുടെ ചെവിയിൽ ചേർത്ത് പിടിച്ചു. ഇമ ഇമ ഇമ. എല്ലാവരുടെയും കണ്ണുകൾ വിടർന്നു. വീട്ടിൽ ആമിയെന്ന് വിളിക്കാം, ദേവി പെട്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അത് സന്തോഷമായിരുന്നു. അമ്മുമ്മയുടെ ഇമക്കുട്ടിയാണോ ഇത്? കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് അംബിക പറഞ്ഞപ്പോൾ പെണ്ണൊന്ന് ചിണുങ്ങി. നാട്ടിലെ മിക്കവരെയും ക്ഷണിച്ചിരുന്നു വിശ്വനാഥൻ. പലരും പലതും പറഞ്ഞ് മുറുമുറുക്കുന്നുണ്ട്. എങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാതെ ഭക്ഷണം കൊടുക്കുന്ന തിരക്കിലായിരുന്നു എല്ലാവരും. ഞാൻ കരുതിയത് മേലടത്ത് ചെക്കൻ തന്നെ ഗൗരിയെ കിട്ടുമെന്ന്. ഹോട്ടലിൽ നിന്ന് റെയ്ഡ് നടത്തി പിടിച്ചതല്ലേ? നാട്ടിലെ പ്രധാന BBC ന്യൂസായ ശാന്ത കൂടെ വന്ന ലളിതയോട് പറഞ്ഞു. അവരെ ചതിച്ചതാ ശാന്തേ. നീ ഓരോന്ന് പറഞ്ഞു കുടുംബം കലക്കാതെ കഴിച്ചിട്ടെണ്ണിട്ട് പോയേ, ലളിത ദേഷ്യത്തോട് പറഞ്ഞു. ശ്രുതി അവർ പറഞ്ഞത് കേട്ടിരുന്നു. അവൾക്ക് ദേഷ്യം വന്നു. എങ്കിലും താൻ ഇവിടുത്തെ ജോലിക്കാരിയാണെന്ന് ഓർക്കാതെ പ്രതികരിക്കാതെ നിന്നു. പലരും ഗൗരിയെ ചൂടുന്നു നോക്കുന്നുണ്ട്. ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ചടങ്ങിന് ഒന്നിനെയും വിളിക്കല്ലേ അച്ഛാ, തലച്ചോറ് മുഴുവൻ വിഷമാണ്, ധനൻ ദേഷ്യത്തോടെ വിശ്വനാഥനോട് പറഞ്ഞു. 1000 കുടത്തിൻ്റെ വാ മൂടിക്കെട്ടാം, പക്ഷേ ഒരു മനുഷ്യൻ്റെ വായ മൂടിക്കെട്ടാൻ പറ്റില്ല ധന, അതൊക്കെ വിട്ടുകളാം, വിശ്വനാഥൻ അവനെ സമാധാനിപ്പിച്ചു. ആര്യൻ കലങ്ങിയ കണ്ണുകളോടെ തലകുനിച്ചിരുന്നു. പിന്നെ എഴുന്നേറ്റ് എല്ലാവരുടെയും മുന്നിലേക്ക് ചെന്ന് നിന്നു. എല്ലാവരും ഒരു നിമിഷം ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ. ആര്യൻ പറഞ്ഞപ്പോൾ മുറ്റത്തു കൂടി നിന്നവരൊക്കെ അവനെ ശ്രദ്ധിച്ചു. നിങ്ങളുടെ ചിലരുടെ മനസ്സിലെങ്കിലും കഴിഞ്ഞുപോയ സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. ഒളിഞ്ഞും തെളിഞ്ഞും പലരും പലതും പറയുന്നുണ്ട്. സത്യങ്ങൾ തുറന്നു പറയാനാണ് ഞാൻ വന്നത്. അന്ന് ഹോട്ടലിൽ വെച്ച് റെയ്ഡ് നടന്നതും ധനനും ഗൗരിയും അതിൽ പിടിക്കപ്പെട്ടതും മാത്രമേ നിങ്ങൾക്കറിയൂ അല്ലേ? പക്ഷേ അതിനു പിന്നിൽ ഞാനായിരുന്നു.
ഞാനാണ് ഗൗരിയെ പിടിച്ചു വലിച്ച് അവിടേക്ക് കൊണ്ടുപോയത്. അവൾ എന്നെ തല്ലിയതിലുള്ള പക പോക്കാൻ. പക്ഷേ അവിടെ വെച്ച് ധനനെ അവൾ കാണുകയും അവനോട് സഹായിക്കണമെന്ന് പറയുകയും ചെയ്തു. പക്ഷേ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ച് റെയ്ഡ് നടന്നു. ഒരു തെറ്റും ചെയ്യാതെ ഇവർ രണ്ടുപേരും അതിൽ ഇരകളായി. എല്ലാം ചെയ്തത് ഞാനാണ്. എല്ലാവരോടും ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. ദൈവത്തെ ഓർത്ത് അവരെ ഇനിയും കുത്തി നോവിക്കരുത്. രണ്ടുപേരും അവരുടെ ജീവിതത്തിൽ സന്തോഷത്തിലാണ്. അത് തല്ലിക്കെടുത്തരുത്. പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഞാൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ദാ ഈ നിൽക്കുന്ന ശ്രുതിയാണ് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി. ഞങ്ങളെല്ലാവരും അവരവരുടെ ജീവിതം തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. ഈ നാട്ടുകാരായിട്ട് കുത്തിത്തിരിപ്പിന് വരരുത്. എല്ലാവരെയും നോക്കി പറഞ്ഞുകൊണ്ട് ആര്യനകത്തേക്ക് കയറിപ്പോയി. ശ്രുതി സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു അവൻ്റെ വാക്കുകളിൽ. അർജുൻ അവനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. കലങ്ങിയിരുന്നു അവൻ്റെ കണ്ണുകൾ. ശ്രുതി അപ്പോഴും ഒന്നും വിശ്വസിക്കാനാവാതെ ഒരു മായിക ലോകത്തായിരുന്നു. ആര്യൻ മുറിയിൽ കയറി ബെഡിൽ കിടക്കുകയായിരുന്നു. അത്രയ്ക്ക് നീറുന്നുണ്ടായിരുന്നു അവൻ്റെ മനസ്സ്. താൻ കാരണം എത്ര പേരുടെ ജീവിതമാണ് നാട്ടുകാർക്ക് മുന്നിൽ ചോദ്യചിഹ്നമായത്. നാട്ടിലെ അറിയപ്പെടുന്ന കുടുംബമാണ് മേലേടത്ത്. അവിടെയാണ് താൻ കാരണം. ഓരോന്നോർക്കെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ആര്യ. ധനൻ റൂമിലേക്ക് വരുമ്പോൾ ആര്യൻ കൈമാറ്റി അവനെ നോക്കി. കരഞ്ഞോ നീ? ധനൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഓരോന്നോർത്തുപോയി. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. നാട്ടുകാർ അങ്ങനെയാണ് ആര്യ. അവർക്ക് മറ്റുള്ളവരെ കുത്തി നോവിക്കാനും പഴയതൊക്കെ ചികഞ്ഞെടുക്കാനും വലിയ ഇൻട്രസ്റ്റാണ്. പക്ഷേ നീ പറഞ്ഞ മറുപടി കലക്കി. ശ്രുതിയോട് അപ്പോൾ ഇഷ്ടമൊക്കെ ഉണ്ടല്ലേ മനസ്സിൽ? ധനൻ ചോദിച്ചപ്പോൾ ആര്യൻ വെറുതെ ഒന്ന് ചിരിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. പറഞ്ഞ ഡേറ്റിന് ഒരാഴ്ച മുൻപേ ദേവി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. കാർത്തികയെ അപ്പോൾ വന്നിരുന്നു മേലേടത്തേക്ക്. അംബികയും മാഷും ഒരു വീട്ടിലാണെന്നറിഞ്ഞ് കുറേ ബഹളമുണ്ടാക്കിയിട്ടാണ് വന്നത്. ആര്യൻ്റെ അമ്മയും വന്നിട്ടുണ്ട്. ശ്രുതിയുടെ കാര്യമറിഞ്ഞ് കുറേ ബഹളമുണ്ടാക്കി. അഷ്ടിക്ക് വകയില്ലാത്തതിനെ ഒന്നും കെട്ടാൻ പറ്റില്ലെന്ന് ആര്യനോട് പറഞ്ഞു. അവളെ കെട്ടുന്നത് ഞാനാണ്, അല്ലാതെ അമ്മയല്ല. എൻ്റെ ഇഷ്ടമാണ് ഈ വിവാഹം. അതിൽ കൈകടത്താൻ അമ്മയ്ക്ക് അധികാരമില്ല. ആര്യൻ തീർത്തു പറഞ്ഞപ്പോൾ അവർ അവനെയും ശ്രുതിയെയും 4 പ്രാക്ക് പ്രാകിക്കൊണ്ട് ഇറങ്ങിപ്പോയി. ആര്യൻ ഇപ്പോൾ സ്വന്തം വീട്ടിലാണ് നിൽക്കുന്നത്. ശ്രുതി മേലേടത്ത് തന്നെയുണ്ട്. ദേവിയുടെയും കുഞ്ഞിൻ്റെയും കാര്യം കൂടിയായപ്പോൾ വസുന്ധര അവളെ പോകാൻ അനുവദിച്ചില്ല. ആര്യൻ അവിടെ ഇല്ലാത്തത് അവൾക്ക് വല്ലാത്ത നിരാശയായിരുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അവൻ 2 കുഞ്ഞുങ്ങളെയും കാണാൻ വരും. കാർത്തിക അവിടെ നിന്നില്ല. നിൽക്കണ്ടെന്ന് എന്ന് തന്നെയായിരുന്നു മാഷിൻ്റെ അഭിപ്രായം. അംബിക വീട്ടിലേക്ക് പോയിക്കോളാം, കാർത്തിക നിന്നോട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ കാർത്തിക അംബികയെ ഓരോന്ന് പറഞ്ഞ് മുറിവേൽപ്പിച്ചു. അത് കേട്ടപ്പോൾ ഗൗരി പറഞ്ഞു അംബികയാണ് അവളുടെ അമ്മ, അതുകൊണ്ട് അംബിക അവിടെ വേണമെന്ന്. അതേ അഭിപ്രായമായിരുന്നു ദേവിക്കും. അർജുൻ ഒന്നിലും അഭിപ്രായം പറഞ്ഞില്ല. കാരണം കാർത്തികയുടെ വാക്കുകൾ അതിര് കടക്കുമ്പോൾ അവിടെയുള്ളവരെ മാനിച്ച് അവൻ മിണ്ടാതെ നിന്നു. കുഞ്ഞിന് 4 മാസം പ്രായമായപ്പോൾ അർജുൻ ഗൗരിയെയും കുഞ്ഞിനെയും അംബികയും കൂട്ടി കോവിലത്തേക്കെത്തി. പതിയെ എല്ലാവരും അവരവരുടെ ജീവിതത്തിൻ്റെ തിരക്കുകളിലേക്ക് നടന്നു. 2 കുഞ്ഞുങ്ങളുടെയും ചോറൂണ് ഒരുമിച്ച് നടത്തി. ഗൗരിയുടെ മെറ്റേണിറ്റി ലീവ് തീർന്നപ്പോൾ അവൾ കുഞ്ഞിനെ അംബികയെ ഏൽപ്പിച്ച് ജോലിക്ക് പോകാൻ തുടങ്ങി. ഇതിൻ്റെ ഇടയിൽ കേസിൻ്റെ ആവശ്യത്തിനായി 1-2 വട്ടം കോടതിയിൽ പോകേണ്ടി വന്നു അർജുന്. അർജുൻ്റെ അച്ഛനെയും അമ്മയും അവർ കൊന്നതാണെന്ന് പിള്ളയുടെ വെളിപ്പെടുത്തൽ റെക്കോർഡ് ചെയ്തത് ആര്യൻ വക്കീലിനെ ഏൽപ്പിച്ചു. അതുകൊണ്ട് തന്നെ കോടതിയിൽ വെച്ച് അർജുന് അനുകൂലമായ കാര്യങ്ങളായിരുന്നു നടന്നത്. വേറെയും കൊലപാതകങ്ങൾ തെളിഞ്ഞതും അർജുനെ അപായപ്പെടുത്താൻ ശ്രമിച്ചതും എല്ലാം കൂടി പിള്ളയെ ജീവപര്യന്തം തടവിന് കോടതി ശിക്ഷിച്ചു. മക്കൾക്ക് 20 വർഷം കഠിന തടവും ലഭിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. ശ്രുതിയുടെ വീട്ടിൽ പോയി അർജുനും ധനനും മാഷും കൂടി ആര്യന് വേണ്ടി ശ്രുതിയെ പെണ്ണ് ചോദിച്ചു. അവളുടെ അമ്മ കരഞ്ഞുകൊണ്ട് കൈകൂപ്പി. അങ്ങനെ ക്ഷേത്രത്തിൽ വെച്ച് വളരെ ലളിതമായ രീതിയിൽ ആര്യൻ ശ്രുതിയുടെ കഴുത്തിൽ താലി ചാർത്തി. മേലടത്ത് വെച്ചായിരുന്നു സദ്യ ഒരുക്കിയത്. ആര്യൻ്റെ വീട്ടിൽ അവൻ്റെ അമ്മ അധികാരത്തിൽ വന്ന് കയറിയിരുന്നു. ശ്രുതിയെ അവൻ്റെ ജീവിതത്തിൽ നിന്ന് പുകച്ചു പുറത്തു ചാടിക്കാനായിരുന്നു അവരുടെ ഉദ്ദേശം. അതറിഞ്ഞതുപോലെ ആര്യനത് 8ആയി മടക്കി പോക്കറ്റിൽ വെക്കാൻ പറഞ്ഞു. ആര്യൻ മേലടത്തിന് തൊട്ടു മുൻപിൽ കിടന്നിരുന്ന ഒറ്റനില വീട് വാങ്ങിയിരുന്നു. നല്ല ഭംഗിയുള്ള വീടായിരുന്നു അത്. രാത്രിയിൽ ഗൗരി എടുത്തു കൊടുത്ത പാൽ ഗ്ലാസുമായി റൂമിലേക്ക് വിറയലോടെ കടന്നു ചെന്നു ശ്രുതി. ആര്യൻ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ശ്രുതി ശബ്ദമുണ്ടാക്കിയപ്പോൾ ആര്യൻ തിരിഞ്ഞു നോക്കി. എന്താടോ, വല്ലത് വിറയ്ക്കുന്നുണ്ടല്ലോ? അവളുടെ കയ്യിൽ നിന്ന് വിറയ്ക്കുന്ന പാൽ ഗ്ലാസ് നോക്കിക്കൊണ്ട് ആര്യൻ ചോദിച്ചു. ശ്രുതി പിടയ്ക്കുന്ന കണ്ണുകളോടെ മുഖം താഴ്ത്തി. ആര്യൻ അവളുടെ കൈ പിടിച്ച് ബെഡിലിരുത്തി. അവൾ അവനെ നോക്കി. ഇത്രയും നാളും ഞാൻ കൂടെ ഉണ്ടായിരുന്നില്ലേ? പിന്നെ എന്തിനാ ഇത്രയും പേടിയും വെപ്രാളവും ഒക്കെ? അവളുടെ താടിത്തുമ്പുയർത്തിക്കൊണ്ട് അവൻ ചോദിച്ചു. ശ്രുതി അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ആര്യൻ ആദ്യമൊന്ന് പകച്ചെങ്കിലും അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഈ താലി, സിന്ദൂരം, അതിൻ്റെ ഈ അവകാശിയെല്ലാം ഒരു മായക പോലെ. നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല ശ്രുതി നമ്മുടെ ജീവിതം. എല്ലാവരുടെയും ജീവിതത്തിലെ വില്ലനായിരുന്നു ഞാൻ.
എന്നാലിപ്പോൾ ഞാൻ മറ്റൊരു മനുഷ്യനായില്ലേ? ദ്രോഹിച്ചവർ പോലും എന്നെ ചേർത്ത് നിർത്തി. നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നു. ദൈവം ഓരോന്ന് തീരുമാനിക്കും, അതുപോലെ തന്നെ നടക്കൂ. ആര്യൻ പറഞ്ഞപ്പോൾ അത്രമേൽ പ്രണയത്തോടെ അവൾ അവൻ്റെ കവിളിൽ ചുണ്ടുകൾ ചേർത്ത് അവനെ നോക്കി. ആര്യൻ്റെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. ആ രാത്രിയിൽ എല്ലാ അർത്ഥത്തിലും ശ്രുതി ആര്യൻ്റെ പാതിയായി മാറിയിരുന്നു. അവളെ ചേർത്ത് പിടിച്ചു കിടക്കുമ്പോഴും ആര്യൻ്റെ മിഴികൾ എന്തിനോ നിറഞ്ഞു. പഴയ കാര്യങ്ങൾ ഓരോന്നായി അവൻ്റെ മനസ്സിൽ ഒരു ചിത്രം പോലെ തെളിഞ്ഞു വന്നു. ഗൗരിയോട് ചെയ്ത ദ്രോഹങ്ങൾ ഓർമ്മ വന്നതും ആര്യൻ കണ്ണുകൾ ഇറുക്കി അടച്ചു കളഞ്ഞു. പിന്നെ അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് കിടന്നു. ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അർജുൻ, ആര്യൻ ഇങ്ങനൊരു ജീവിതം ഉണ്ടാകുമെന്ന്. രാത്രിയിൽ അർജുൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുമ്പോൾ ഗൗരി പറഞ്ഞു, മാറ്റങ്ങൾ ഉണ്ടാകാത്ത മനുഷ്യരില്ലല്ലോ ഗൗരി. അവൻ്റെ ജീവിതത്തിൽ അത്തരത്തിൽ ഒരു വെളിച്ചം വന്നു കഴിഞ്ഞു. പിന്നെ അവനുള്ളത് കൊണ്ടല്ലേ ഞാനിപ്പോൾ ജീവനോടെ തൻ്റെ അരികിൽ കിടക്കുന്നത്. പിന്നെ അന്നമ്മ തിരുമേനിയെ കണ്ടപ്പോൾ പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? എൻ്റെ ജാതകത്തിൽ മരണം ആ സമയത്ത് കാത്തു നിൽക്കുന്നുണ്ടെന്ന്. അവിടെയാണ് വിധിയെപ്പോലും തട്ടിയെറിഞ്ഞ് അവൻ എൻ്റെ ജീവിതം തിരിച്ചു പിടിച്ചത്. ഇന്നവൻ നല്ലൊരു മനുഷ്യനാണ്. അർജുൻ പറഞ്ഞപ്പോൾ ഗൗരി അവൻ്റെ നെഞ്ചിൽ ഒന്നുകൂടി മുഖമമർത്തി വെച്ച് കിടന്നു. എല്ലാവരുടെയും ജീവിതത്തിൽ ഇനിയൊരു തുലാമഴ പെയ്തിറങ്ങാതിരിക്കട്ടെ. അർജുനും ധനനും ആര്യനും അവരുടെ കുടുംബവും എല്ലാവരും സന്തോഷത്തോടെ കഴിയട്ടെ.